ഒരു ദിവസം ഒരു പൂജാരി മകളോടൊപ്പം തോണിയിൽ ഉത്സവത്തിന് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് വെള്ളത്തിൽ കെട്ടിത്താത്തി അച്ചാറുപ്പി പൊട്ടുന്നു. അതിൽ മകളുടെ രക്തം വീണതും ബക്ക് എന്ന പ്രേതം പുറത്തു വരുന്നു. ബക്ക് പൂജാരിയുടെ മകളെ കൊന്ന് അവൾ രൂപമെടുക്കുന്നു. എന്നാൽ പൂജാരി പ്രേതത്തിന്റെ മുഖത്ത് ചൂടാറൻ വെച്ച് തിളച്ച ചായ ഒഴിച്ചതും വശീകരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കേസിലാവാക്കിയലായ ശരവണൻ കേസില്ലാതെ നടക്കുകയായിരുന്നു. അവന്റെ സഹോദരി സെൽവി പണ്ട് ഏതോ ഒരു കോന്തനെ കയ്യും കാലും കാണിച്ച് മയക്കി അതിൽ ചാടിപ്പോയി കല്യാണം കഴിച്ച് 2 ട്രോഫികളുമായി വേറേതോ പട്ടിക്കാട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ആ വലിയ വീട്ടിൽ അവർ 4 പേരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം കോന്തൻ ജോഗിങ്ങിന് പോയപ്പോൾ ഒരു പുകയിലൂടെ ഒരു കൈ വന്ന് ആ കൊന്തനെ കൊല്ലുന്നു. എന്നിട്ട് അവന്റെ ശരീരത്തിൽ കയറി പ്രേതം വീട്ടിലേക്ക് പോകുന്നു. സെൽവി നല്ല മൂഡിലായിരുന്നതിനാൽ എന്തോ തരാൻ വേണ്ടി അവൾ പറയുമ്പോഴാണ് അവൾക്കത് പ്രേതമാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മൂഡായിരുന്ന അവൾ മൂഡ് ഓഫ് ആയി മൂടും പൊക്കി ഓടുന്നു. എന്നിട്ട് 2ാം നിലയിൽ നിന്ന് കുട്ടികളെ സ്പൈഡർമാൻ കളിച്ച് താഴെ ഇറക്കുന്നു. എന്നിട്ട് പിള്ളേരെ എടുത്ത് കാറിൽ കയറ്റി സെൽവിയും പ്രേതവും തമ്മിൽ സാരിയുടെ പുറകിൽ നിന്ന് ഒരു ഒളിച്ചുകളി നടത്തുന്നു. നോട്ട് ദി പോയിന്റ്, ഒളിച്ചുകളി മാത്രം. എന്നിട്ട് പിള്ളേർക്ക് ടാറ്റ കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട വെടല പിള്ളേർ കൈകൊട്ടി ചിരിക്കുകയാണ്. സത്യത്തിൽ സെൽവിയെ പ്രേതമെടുത്ത് ചാമുകയാണ്. എന്നിട്ട് അവളെ കെട്ടിത്തൂക്കി കൊല്ലുന്നു. അങ്ങനെ വേലയും കൂലിയും ഇല്ലാത്ത ശരവണൻ പെങ്ങൾ എന്നാൽ ഉയരായിരുന്നു. ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു എന്നും അതിന്റെ വിഷമത്തിൽ സെൽവി സ്വയം സെത്തുപോയി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അയാളുടെ ഉയർ പെങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ശരവണൻ ഉറപ്പായിരുന്നു. അങ്ങനെ അവർ ആ പട്ടിക്കാട്ടിലെത്തി സെൽവിയുടെ പട്ടിമനയിൽ അന്വേഷണം ആരംഭിക്കുന്നു. അവിടെ സെൽവിയുടെ മകൾ ശക്തി കോമയിലാണെന്നും മകൻ ജൂനിയർ ശരവണൻ വിചിത്രമായ പ്രേതങ്ങളെ കാണാറുമുണ്ട്. അങ്ങനെ ആ പട്ടിമനയിൽ എങ്കെ പാത്താലും പ്രേതമായിരുന്നു. പ്രേതം എന്ന് വെച്ചാൽ ഇതാണ് പ്രേതം. പിള്ളേരോടൊപ്പം കളിക്കുന്ന പ്രേതം, കളിപ്പിക്കുന്ന പ്രേതം, ഫ്രണ്ട്ലി പ്രേതം അങ്ങനെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ശരവണൻ കാട്ടിൽ പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന പയ്യൻ സെത്തുപോകുന്നു. മരിച്ചവരിൽ എല്ലാവർക്കും ഒരു സാമ്യം ഉണ്ടായിരുന്നു. അവർ ഒരേ ഉത്സവ ദിനത്തിലാണ് ജനിച്ചിരുന്നത്. അന്വേഷണത്തിനിടെ ഒരു പട്ടിക്കാട്ടിലെ സ്വാമിയെ എല്ലാവരും സംശയിക്കുന്നു. സ്വാമിജി നമ്മുടെ KGF-ലെ ഗരുഡൻ. സ്വാമിജിയുടെ ഗുഹയിലേക്ക് പോയപ്പോൾ അവിടെ മുളക് പൊടിയിൽ ബുക്കിയ 3 ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ സ്വാമിയല്ല, ബക്ക് എന്ന അച്ചാർ കുപ്പി പ്രേതമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഉപ്പിലിട്ട് വെച്ച ബക്കിന്റെ വീര്യം കൂട്ടാൻ ശ്രമിക്കുകയാണത്. അതിനായി ഉത്സവദിനത്തിൽ ജനിച്ച 3 പേരെ കൊല്ലണം. അതുകൊണ്ടാണ് സെൽവിയുടെ ഭർത്താവിനെയും പിന്നെ മറ്റുള്ളവരെയും ബക്ക് കൊന്നത്. അതോടുകൂടി ഉപ്പിലിട്ടത് അച്ചാറായി മാറി. എന്നാൽ മരിച്ച ശേഷവും സെൽവിയുടെ ആത്മാവ് മക്കളെ സംരക്ഷിക്കാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്ലി പ്രേതം വേഴ്സസ് ഗരുഡൻ പ്രേതം ബക്ക് തമ്മിൽ ഒരു മൾട്ടിവേഴ്സ് മാഡ്നസ് ഫൈറ്റ്. അവസാനമായി ബക്ക് ശക്തിയെ കൊല്ലാൻ ഉത്സവദിനത്തിൽ എത്തുന്നു. ശരവണൻ ശക്തിയും കൂട്ടി ഒരു വലിയ രാക്ഷസ പ്രതിമയുടെ മുകളിലേക്ക് കയറുന്നു. ബക്കും അവരുടെ പിന്നാലെയുണ്ട്. അതേസമയം ഉത്സവത്തിന്റെ അവസാന ചടങ്ങായി ദേവിയുടെ പ്രതിമയിൽ നിന്ന് ഒരു ശൂലം രാക്ഷസ പ്രതിമയുടെ നേരെ വരുന്നു. കൃത്യസമയത്ത് ശരവണൻ ശക്തിയും കൊണ്ട് അവിടെ നിന്ന് സ്കൂട്ടായി. എന്നാൽ പാവം ബക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ശൂലം രാക്ഷസ പ്രതിമയിൽ തറച്ച് ബക്കിനെ ഇല്ലാതാക്കി. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അച്ചച്ചോ സോങ് ലാസ്റ്റ് ആയിരുന്നു. ഈ പടത്തിന്റെ നെക്സ്റ്റ് പാർട്ട് ആയിട്ടുള്ള അരൺമനെ ഫാർ ഫ്രം ഹോം, അരൺമനെ നോവേ ഹോം, അരൺമനെ ഹോം കമ്മിങ്, പിന്നെ അരൺമനെ ബ്രാൻഡ് ന്യൂ വേൾഡ് എല്ലാവരും കണ്ട് വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.